സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4:27 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവനൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്ന ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സ്വാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവൻ വിശ്വസിച്ചു. ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോട് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ച് മറ്റു പലരും അവൻ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു അപ്പസ്തോല എന്ന് വേണമെങ്കിൽ ആ കിണറ്റുകരയിലെ സ്ത്രീയെക്കുറിച്ച് നമുക്ക് പറയാം. അവളുടെ പൂർവ്വചരിത്രം അത്രമാത്രം നല്ലതൊന്നും അല്ലായിരുന്നു. അവൾ ആരും അറിയാതെ തൻ്റെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ച് ആർക്കും വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരുവള്. ആരും അറിയാതെ വെള്ളം കോരിക്കൊണ്ട് പോകണം, ശല്യമൊന്നും ആർക്കും വരുത്തരുത് എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് ഈശോ അവളെ കാണുന്നത്.
ഈശോ അവളോട് വെള്ളം ചോദിച്ചതൊക്കെ നമുക്കറിയാം. അപ്പോൾ നീ ഒരു യഹൂദനായിരിക്കെ നീ എന്നോട് വെള്ളം ചോദിക്കുകയാണോ എന്നൊക്കെ അവൾ പറഞ്ഞ് ഒഴിവൊഴിവ് പറഞ്ഞതും ഒടുവിൽ അവൾ പറഞ്ഞ് അവളുടെ അടുത്ത് ഈശോ ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ ആദ്യം അവൾ ഒഴിവൊഴിവ് പറഞ്ഞെങ്കിലും പിന്നീട് അവളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു എന്ന സന്ദർഭം നമുക്കറിയാം. അവളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. ആരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി ഒളിച്ചു വച്ചിരുന്നതെല്ലാം അക്കമിട്ട് കർത്താവ് അവളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവൾ അത്ഭുത സ്തബ്ധയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാപങ്ങളും കുറവുകളും ഒക്കെ ആരും അറിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ എവിടെ പോയി ഒളിച്ചാലും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഈ ഭിത്തിയുടെ പുറത്ത് നിന്നാലും ഇന്ന് പുതിയ പുതിയ ഇലക്ട്രോണിക് സംവിധാനം വരുമ്പോൾ ഭിത്തിയുടെ പുറത്ത് നിന്ന് വേണേലും നമ്മളെ സ്കാൻ ചെയ്ത് നമ്മുടെ കയ്യിൽ വല്ലോ സ്വർണ്ണമോ വെള്ളിയോ മറ്റു പലതും നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റിയ പ്രത്യേക രശ്മികളൊക്കെ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 10-15 മീറ്റർ അകലെയുള്ള വസ്തുക്കളെ പോലും സ്കാൻ ചെയ്ത് അവൻ്റെ കുറവുകൾ അല്ലെങ്കിൽ അവനിൽ ഉള്ള എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചതുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇതിനേക്കാളും എല്ലാം അധികമായിട്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ കണ്ടെത്താൻ പറ്റുന്നതാണ് ദൈവം തമ്പുരാൻ്റെ കണ്ണുകൾ. അവിടുന്ന് പറയുന്നുണ്ട്, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ അവിടുന്ന് പിടികൂടും. നീ ആകാശത്തിലേക്ക് പറന്ന് മോളിപ്പോയാൽ അവിടെ നിന്നെ കാണും. കടലിൻ്റെ അടിയിൽ പോയി നീ ഒളിച്ചാൽ അവിടെയും നിന്നെ പിടിക്കും. അപ്പോൾ ഈ വചനമെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇവളെ കർത്താവ് സ്പർശിച്ചു. പിന്നീട് അവൾ വന്ന കാര്യം തന്നെ വിട്ടുപോവുകയാണ്. അവൾ കുടമൊക്കെ അവിടെ വെച്ചിട്ട് വചനപ്രഘോഷത്തിന് പോവുകയാണ്. അവൾ സ്വന്തം വീട്ടുകാരുടെ ഇടയ്ക്ക് ചെന്ന് പറയുക, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവിനെ നിങ്ങളോട് വേണേ ഒന്നൊന്ന് കണ്ടു. യേശുവിൻ്റെ വചനം കേട്ട് അവരിൽ മാറ്റമുണ്ടായി. അവനെ അവരുടെ ആ നാട്ടിൽ താമസിക്കാൻ വേണ്ടി അവർ ക്ഷണിച്ചു. 2 ദിവസം അവനവരോട് താമസിച്ചു. അതിനുശേഷം പറഞ്ഞ വാക്കുകൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്. ആ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് പട്ടണത്തിലെ സമരിയക്കാർ അനേകം പേർ അവനിൽ വിശ്വസിച്ചു. എന്നിട്ട് അവനവിടെ താമസിച്ച് 2 ദിവസം താമസിച്ച് സുവിശേഷമെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ നിന്റെ വാക്കുമൂലമൊന്നുമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് നേരിട്ട് അവൻ യഥാർത്ഥത്തിൽ രക്ഷകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവനും യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവനാണ്. നമുക്ക് ഈ വലിയ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ഈ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. നമ്മൾ ഈ ക്രിസ്ത്യാനി ആയതിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സന്തോഷം പങ്കുവെച്ചാൽ വർദ്ധിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ എത്ര പേരോട് യേശുക്രിസ്തുവിനെ പറ്റി എനിക്ക് പറയാൻ സാധിക്കുമോ അത്രയധികം ആളുകളോട് പറയണം. എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത നന്മകൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന അവസരങ്ങളിലെല്ലാം കർത്താവ് എനിക്ക് നന്മ ചെയ്തു. ഈ അനുഭവം ലോകം ഉള്ളിടത്തോളം കാലം നമ്മൾ പറയാൻ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടവനാണ്. നമുക്ക് ഈ വിളി സ്വീകരിക്കാൻ പറ്റുമോ? എഫാത്തയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ഓരോ ദിവസവും
ആ നമുക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ടാകും. സമരിയാക്കാരി സ്ത്രീയെ പോലെ നമ്മൾ ചിലപ്പോൾ കുറവുകളുടെ തീരത്തു നിന്നായിരിക്കും ദാഹിക്കുന്ന ജലം തേടി നമ്മൾ അതിലേയും പോയ ആൾക്കാരായിരുന്നു നമ്മൾ. എന്നാൽ ഒരിക്കലും കുടിച്ചാൽ ദാഹിക്കലാത്ത ജലം ദൈവത്തെ കണ്ടെത്തുന്ന മനുഷ്യന് പിന്നെ പറയും, പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട, ഇത് മതി, നീ മതി. ഈ വിധത്തിൽ നമ്മളെല്ലാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അന്വേഷകരാകണം. അന്വേഷിച്ച് കണ്ടെത്തണം. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് പണ്ട് ആബേലച്ചൻ്റെ ഒരു പാട്ട് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഇന്ന് എൻ്റെ സ്വരം അത്ര ശരിയൊന്നുമല്ല, എങ്കിലും ആ പാട്ടിൻ്റെ വരികൾ ഞാൻ പലപ്പോഴും ഓർക്കും. അദ്ദേഹം ഈശ്വരനെ തേടി ഞാൻ നടന്നു, ഇതിലെല്ലാം പോയി, കടലിൻ്റെ അക്കരെ പോയി, പലയിടത്തും പോയി, പലരോടും ചോദിച്ചു, പക്ഷികളോട് ചോദിച്ചു. പക്ഷികൾ പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞ് പക്ഷി പറന്നുപോയി. ഈ വെള്ളം ഒഴുകി വരുന്ന കളകളാരവം മുഴക്കി ഒഴുകി വരുന്ന പുഴയോട് ചോദിച്ചു, അവയും പറഞ്ഞ് ഞാൻ കണ്ടില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവസാനം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ ഞാൻ അവിടെ ദൈവത്തെ കണ്ടെത്തി. അവിടെയാണ് അവൻ്റെ വാസം. ദൈവം സ്നേഹമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഈ സ്നേഹ ദൈവത്തെ കണ്ടെത്താനായിട്ട് അന്വേഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് അവസാനം പറഞ്ഞു, ഓ അപരിമേയമായ സ്നേഹമേ, ഞാൻ നിന്നെ അറിയാനായിട്ട് എത്ര വൈകിപ്പോയി. നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തമാക്കാൻ ഇതാണ് രക്ഷയുടെ അവസരം, ഇതാണ് സ്വീകാര്യമായ സമയം. അതുകൊണ്ട് ഇന്നാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാളെ ആകട്ടെ മാനസാന്തരപ്പെടാൻ, നാളെ ആകട്ടെ എന്ന് പറയാൻ നമുക്ക് അവസരമില്ല. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം തന്നെ നമുക്ക് ആ ദൈവസ്നേഹം സ്വന്തമാക്കി ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നൊരു വലിയ ഹൃദയം നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാർമേഘങ്ങൾ ഉണ്ടെങ്കിൽ, പാപത്തിൻ്റെ കാർമേഘങ്ങളുണ്ടെങ്കിൽ, വിദ്വേഷത്തിൻ്റെ കാർമേഘങ്ങളുണ്ടെങ്കിൽ, തിന്മയുടെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥ ഉണ്ടാക്കുന്ന വേലിക്കെട്ടുകൾ നമ്മളിലുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് പൊളിച്ചു നീക്കി യേശുവും നമ്മളുടെ ബന്ധത്തിന് തടസ്സമാകുന്ന എല്ലാം തകർത്തുകൊണ്ട് നമുക്കിന്ന് അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.